നമസ്കാരം. കെ.ബി. ഗണേഷ് കുമാറിൻ്റെ അവിഹിതമാണ് ഇപ്പോൾ കേരളത്തിലെ ചർച്ചാ വിഷയം. നമുക്കെല്ലാവർക്കും അറിയാം, ഞാനത് ആവർത്തിക്കുന്നില്ല. ശനിയാഴ്ച അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ അപ്രതീക്ഷിതമായി കടന്നു വരുന്നു. അവിടെ വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനോടൊപ്പം ഒരു സ്ത്രീയെ കാണുന്നു. അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പോലീസിനെ വിളിക്കുന്നു, പോലീസ് വരുന്നില്ല. ഇവരുടെ ഈ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ വേണ്ടി ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകൾ ശ്രമിക്കുന്നു. അതിനുശേഷം അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തന്നെ ഇപ്പോഴാണ്. ഈ സംഭവങ്ങളൊക്കെ പുറത്തറിഞ്ഞതിനു ശേഷം ഗണേഷ് കുമാർ പറഞ്ഞത് വട്ടുള്ളവർക്ക് 112 വിളിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ലല്ലോ എന്നുള്ളതാണ്. അതുപോലെ ശ്രീലേഖയെ, മുൻ DGP ശ്രീലേഖയെ വിളിച്ചത് അവർ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എന്നൊക്കെയാണ്. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ പിന്നീട് അറിഞ്ഞതാണ്. ഈ ബിന്ദു മേനോൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് ശ്രീലേഖ IPS. അപ്പോൾ അത് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായപ്പോൾ അവർ തന്നെയാണ് വിളിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ അവർ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. 112 വിളിക്കൂ, ആരായാലും പറയുന്ന ഒരു ഉത്തരം മാത്രമാണ് ശ്രീലേഖ ഈ ബിന്ദു മേനോനോട് പറഞ്ഞത്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ ഇനിയും മന്ത്രിയാക്കി വെച്ചുകൊണ്ടിരിക്കണോ എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത് പത്തനാപുരത്തുകാരോടാണ്. ഈ പത്തനാപുരത്തുകാർ ഇത്തവണ ഗണേഷ് കുമാറിനെ ജയിപ്പിച്ചാൽ ഈ കേരളത്തിലെ ഏറ്റവും കഴിവുകെട്ട, ഏറ്റവും ധാർമ്മികതയില്ലാത്ത, മര്യാദയില്ലാത്ത, മാനമില്ലാത്ത മനുഷ്യരാണെന്ന് പത്തനാപുരത്തെ ജനങ്ങളെ കേരളം വിലയിരുത്തും. ഗണേഷ് കുമാർ ഇപ്പോൾ പറയുന്നത്, അതെ, എനിക്ക് 5000 പ്രണയങ്ങളുണ്ട്, ചിലപ്പോൾ അതിലേറെ പ്രണയങ്ങൾ കാണും. ഇവിടെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയ്ക്ക് പ്രണയമുണ്ടായിരുന്നില്ലേ, മാധവിക്കുട്ടിക്ക് പ്രണയമുണ്ടായിരുന്നില്ലേ എന്നുള്ളതൊക്കെയാണ് ഗണേഷ് കുമാർ പറയുന്നത്. പക്ഷേ ഇതിനെ പ്രണയമെന്നല്ല പറയുന്നത്. ഒരേ സമയം ഒരു വ്യക്തിയോട് പ്രണയം തോന്നാം. പലർക്കും അത്രയും പ്രണയങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് ഉണ്ടായതിന് ശേഷം, കാലങ്ങൾക്ക് ശേഷം വീണ്ടും പ്രണയങ്ങൾ ഉണ്ടായേക്കാം. ഒരു പ്രണയം ആത്മാർത്ഥമുള്ളതാണെങ്കിൽ അത് ബ്രേക്കപ്പ് ആയാൽ പോലും അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി പലർക്കും ഒരുപാട് സമയം വേണ്ടി വരും. അതിനുശേഷമായിരിക്കാം മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത്. പക്ഷേ ഈ 5000 പ്രണയം ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെ ഈ സത്യം പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറയേണ്ടത് കുത്തിക്കഴപ്പെന്നാണ്. അങ്ങനെയാണ് ഗണേഷ് കുമാറിന് പറയേണ്ടത്. അതെ, കുത്തിക്കഴപ്പ് എനിക്കുണ്ട് അതിന് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഒരു രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് 5000 പ്രണയങ്ങളുണ്ടെന്ന്. അല്ല, പ്രണയിക്കാൻ പറ്റിയ ചളുക്കാണല്ലോ ഇത്. കാക്കയ്ക്ക് ഷോക്ക് അടിച്ചതുപോലെയുള്ള തലമുടിയും വിഗും വെച്ചിട്ടാണ് വന്നു നിന്ന് ഇത്തരത്തിലുള്ള വെട്ടിത്തരങ്ങൾ പറയുന്നത്. അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഒരു രീതിയാണ് ഗണേഷ് കുമാറിൻ്റേത്. അത് മാത്രമല്ല, ഗണേഷ് കുമാർ കാണിച്ചിട്ടുള്ള പല നിലപാടുകളും, അദ്ദേഹം കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ എറണാകുളത്തേക്ക് മറ്റോ യാത്ര ചെയ്യുകയായിരുന്ന അദ്ദേഹം ഒരു KSRTC ബസ് വരുന്നത് കണ്ട് ആ ബസ്സിൻ്റെ മുൻവശത്ത് ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കിടക്കുന്നത് കണ്ട് വാഹനം തിരിച്ചു വന്നു. ആ വാഹനം തിരിച്ചു വന്ന് കാണിച്ച ഷോയൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. നിസ്സഹായരായ ആ ഡ്രൈവറും കണ്ടക്ടറും അവിടെ ഇയാളുടെ മുമ്പിൽ ഇങ്ങനെ ചൂളി പിടിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ്? ഞാനോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് അല്പം ഒരു ആർജവമുള്ള ഒരാളാണെങ്കിൽ പോടാ പോയി പണി നോക്കണമെന്ന് പറഞ്ഞേനെ. പക്ഷേ അത് പറയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ പാവങ്ങളുടെ മേൽ അന്ന് ഇയാൾ ചാടിക്കടിച്ചത്. കാരണം അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം മാത്രമേ ഉള്ളൂ. ആ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഇയാളുടെ അടുത്ത് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പുറത്താക്കും. അതുപോലെയാണ് യദു എന്ന് പറയുന്ന KSRTC ഡ്രൈവറുടെ കാര്യം. ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവും കൂടി ഈ ബസ് തടഞ്ഞിട്ട് യദുവിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. അതിനുശേഷം 2-3 തവണ യദു കെ.ബി. ഗണേഷ് കുമാറിനെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു തന്നെ ജോലിയിൽ തിരിച്ചെടുക്കാൻ. ഒരു മറുപടിയും ഉണ്ടായില്ല. അതിനുശേഷം ഇപ്പോൾ ഒരാഴ്ച മുമ്പ് പറയുന്നത് ഈ യദു 6 മണിക്കൂർ ബസ്സിൽ സംസാരിച്ചു കൊണ്ടാണ് ബസ് ഡ്രൈവ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ പാവങ്ങളെ കാണാനുള്ള ഒരു കണ്ണ് അയാൾക്കില്ല. പാവങ്ങളുടെ ജീവിത ശൈലി കാണാനോ അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകളോ കാണാനുള്ള കണ്ണ് ഗണേശനില്ല. കാരണം അദ്ദേഹം വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ഒരു മനുഷ്യനാണ്. ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹം സമ്പത്തിനിടയിലേക്കാണ് ജനിച്ചു വീണത്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടോ വിശപ്പോ പട്ടിണിയോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായ, ഒരിക്കലും ഒരു സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ല, അല്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാക്കളും ഉണ്ടാകില്ല. ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, ഒരു പോലീസിൻ്റെ തല്ലുകൊണ്ടിട്ടില്ല. ആകെ തല്ലുകൊണ്ടിട്ടുള്ളത് ഇതുപോലെ എന്തോ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് പോകുന്ന വഴി എന്തോ ഒരു മന്ത്രികുമാരനെ തല്ലിയതായിട്ടൊക്കെ, ഏതോ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതിന് ഒരു മന്ത്രികുമാരനെ തല്ലിയതായിട്ടൊക്കെ അന്ന് മാധ്യമങ്ങളിൽ ചെറിയ കുളത്തിൽ വാർത്ത വന്നിരുന്നു. അന്ന് സോഷ്യൽ മീഡിയയൊന്നും സജീവമല്ലായിരുന്നു. അതിന് ഗണേശനാണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായാലും മന്ത്രികുമാരനാണ്. നീലക്കുറുക്കൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിലോ അവിടെ നിന്ന് പോകുന്ന വഴിക്കോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്തരത്തിലാണ് ഈ ഗണേശൻ്റെ ശൈലി.
യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ ചെയ്യേണ്ടത് ഗണേശനെ പോലെയുള്ളവരെ ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നുള്ളതാണ്. ഇയാളൊക്കെ വരുന്നത് നാടിനെ സേവിക്കാനോ ജനങ്ങളെ സേവിക്കാനോ അല്ല, പവറിന് വേണ്ടിയിട്ടാണ്. സാധാരണക്കാരനായ അല്ലെങ്കിൽ ഒരു എത്ര പണമുണ്ടെങ്കിലും അധികാരമില്ലാത്ത ഒരാളാണ് KSRTC ബസ് തടഞ്ഞു നിർത്തിയിരുന്നതെങ്കിൽ ചെവിക്കല്ലിന് അടികിട്ടിയേനെ. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ അധികാരം വേണം. ഗണേശനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേറെ എങ്ങും പോകണ്ട. അദ്ദേഹത്തിൻ്റെ സഹോദരി തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ നിക്ഷേപിച്ച പണം, ആ പണം ഇവരുടെ മകൻ്റെ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വിട്ടുതരാനായി ഗണേശനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വിട്ടുതരികയാണെങ്കിൽ എല്ലാ കേസും ഗണേശനെതിരെ സ്വന്തം സഹോദരി കൊടുത്തിരിക്കുന്ന കേസുകളെല്ലാം പിൻവലിച്ചു കൊള്ളാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ പോലും ഒരു ദയവ് കാണിച്ചില്ല. അതായത് സ്വന്തം കൂടപ്പിറപ്പിൻ്റെ കുട്ടിയോട് പോലും അവരുടെ കുട്ടിയുടെ ജീവൻ അപകടത്തിലാണ്, ചികിത്സിക്കാൻ പണം വേണം എന്ന് പറഞ്ഞിട്ട് പോലും ഒരു ദയവ് കാണിക്കാത്ത ഒരു മനുഷ്യനാണ് KB ഗണേഷ് കുമാർ. ഇയാൾക്ക് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളെ സേവിക്കാൻ കഴിയുക? പിന്നെ പത്തനാപുരം മണ്ഡലത്തിൽ ഒരുപാട് വികസനങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന് ഇയാൾ പറയുന്നുണ്ട്. ശരിയാണ്. ഈ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയുടെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഇട്ടുമൂടാനുള്ള പണമുണ്ട്. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ തുടർച്ചയായി വരണമെങ്കിൽ ഇത്തരത്തിൽ ഫണ്ട് വിനിയോഗിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതിനാണല്ലോ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് അയക്കുന്നത്. അത് ചെയ്തു എന്നുള്ളത് ശരിയാണ്. അല്ലാതെ ഇത് കീഴൂട്ട് തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ടൊന്നുമല്ല പത്തനാപുരം മണ്ഡലത്തിൽ ഗണേഷ് കുമാർ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ സഹോദരി തന്നെ പറഞ്ഞ കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അന്തരിച്ച സിനിമാ നടി ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, അങ്ങനെ എന്തെല്ലാം ആരോപണങ്ങൾ. ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനെ കേരളം ചുമക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ പരം അപമാനം എന്താണുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം വന്നപ്പോഴും നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികളെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു സ്ത്രീയോട് പ്രണയം തോന്നാം, ആ പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുമായി അവർക്ക് സമ്മതമുണ്ടെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം, വിവാഹം കഴിക്കാം, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വന്ന സ്ത്രീകളൊക്കെ പരസ്പര സമ്മതത്തോടു കൂടിയാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞത്. ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ എവിടെ നിന്നോ ഏതോ രാജ്യത്ത് നിന്ന് ഒരു ഇമെയിലിൽ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ വേണ്ടി ഹോട്ടലിൽ അദ്ദേഹം പാലക്കാട് താമസിക്കുന്ന ഹോട്ടൽ വളഞ്ഞ് രാത്രി പിടിച്ച് 18 ദിവസം അദ്ദേഹത്തെ ജയിലിൽ ഇട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ KB ഗണേഷ് കുമാറിൻ്റെ കാര്യം മാത്രം വരുമ്പോൾ എന്താണ് പ്രശ്നം? ഗണേഷ് കുമാർ കേരളത്തിലെ 1-ാം നമ്പർ പെണ്ണുപിടിയനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 5000 പ്രണയങ്ങൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് 5000 പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട്, 5000 അവിഹിതങ്ങളുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഒരു 5000 പേരോട് പ്രണയം തോന്നുന്നത്? നിങ്ങളൊന്ന് പറയൂ. 5000 പേരോട് എല്ലാവരും ഈ പ്രണയമില്ലാത്തവൻ പൊട്ടൻ എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ശരിയാണ്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരു പ്രണയമെങ്കിലും ഉണ്ടായിരിക്കാം. അത് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായിരിക്കാം. ഒരെണ്ണം ബ്രേക്കപ്പ് ആകുമ്പോൾ ചിലപ്പോൾ അടുത്തൊരു പ്രണയത്തിലേക്ക് പോകുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴുള്ളതിനൊന്നും പ്രണയമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ന്യൂജൻ തലമുറ പോലും പ്രണയമെന്ന് പറയില്ല. അവരെക്കാളും കഷ്ടമാണ് ഗണേഷ് കുമാറിൻ്റെ ഒരവസ്ഥ. അപ്പോൾ ഇത്തരക്കാരെ ചുമക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ബാധ്യതയല്ല. ഇത്രയും സംഭവങ്ങൾ നടന്നപ്പോൾ പോലും ഈ പറയുന്ന ബിന്ദു മേനോൻ പറഞ്ഞത് മന്ത്രി എന്നെ വിളിച്ചൊന്ന് മാപ്പ് പറഞ്ഞാൽ ഞാൻ ഈ പ്രശ്നമില്ലായിരുന്നു എന്നുള്ളതാണ്. അതിന് പകരം അവരെ പ്രകോപിപ്പിക്കാനായി മറ്റുള്ള ആർക്കും 112-ൽ വിളിക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇയാൾ തകർത്തത് 2 സ്ത്രീകളുടെ ജീവിതമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട്. ഒന്ന് യാമിനി തങ്കച്ചി, ഒന്ന് ബിന്ദു മേനോൻ. എത്ര പക്വമായിട്ടാണ് ഈ യാമിനി തങ്കച്ചിയും ഈ ബിന്ദു മേനോനും പ്രതികരിച്ചത്. അവർ രോഷം പ്രകടിപ്പിച്ചിട്ടില്ല, അവർ ഒരു മോശമായിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. വളരെ മാന്യമായി പ്രതികരിച്ച കുലീനയായ 2 സ്ത്രീകളായിരുന്നു അവർ. എന്നിട്ട് പോലും ഇപ്പോഴും ഇയാൾക്ക് ഈ പ്രായത്തിലും എനിക്ക് തോന്നുന്നു 10-60 വയസ്സെങ്കിലും ഈ ഗണേഷ് കുമാറിനുണ്ടാകും. ഈ 60-ാമത്തെ വയസ്സിലും ഇയാൾക്ക് ഇത്തരം കുത്തിക്കഴപ്പാണെങ്കിൽ ഇയാളുടെ നല്ല പ്രായത്തിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. 60-ാമത്തെ വയസ്സിൽ 5000 പ്രണയങ്ങളുണ്ടെന്ന് പറയുന്ന മനുഷ്യന് നല്ല കാലത്ത് എത്രത്തോളം പ്രണയങ്ങളും അവിഹിതങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു സംശയം. എനിക്ക് പറയാനുള്ളത് പത്തനാപുരം മണ്ഡലത്തിലുള്ളവരോടാണ്. ദയവ് ചെയ്ത് ഈ മാലിന്യത്തെ നിങ്ങൾ ചുമക്കരുത്. അവിടെ നിങ്ങൾ ഏത് പാർട്ടിക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ. ഇത്തരത്തിലൊരു വ്യക്തി ജീവിതത്തിൽ ഒന്നുമല്ലാത്ത ഒരു വ്യക്തിജീവിതത്തിൽ സ്വന്തം ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നത് പുറത്തു നിന്നല്ല, സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. അതും ഭാര്യ മാത്രമല്ല, 1-ാം ഭാര്യയും 2-ാം ഭാര്യയും സഹോദരിയും അടക്കം ഇയാൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. സ്വന്തം പിതാവ് പോലും പറഞ്ഞു, എൻ്റെ ഭാര്യയിൽ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഗണേഷ് കുമാർ എൻ്റെ മകനാണെന്ന് വിശ്വസിക്കുന്നത് എന്ന്. ആ വാക്കുകളിലുണ്ട് എത്രത്തോളം
വൃത്തികെട്ടവനാണ് ഈ ഗണേഷ് കുമാർ എന്നുള്ള കാര്യം. അതുകൊണ്ട് എനിക്ക് പത്തനാപുരത്തെ ജനങ്ങളോട് പറയാനുള്ളത് ഈ മാലിന്യത്തെ ഇനി നിങ്ങൾ ചുമക്കുക. പിന്നെ മറ്റൊരു കാര്യം, മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ പത്തനാപുരം മണ്ഡലത്തിലെ കുറേ ജനങ്ങൾ കൂടെയുണ്ട്, പാവങ്ങൾ, അവരെന്തൊക്കെയോ നിബന്ധനകളൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. സ്വാഭാവികമായി ഇവിടെ കാർത്തികേയൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു, കോൺഗ്രസ് നേതാവ്. അദ്ദേഹം 3-4 തവണ MLA ആയിരുന്നു. ആ മണ്ഡലത്തിലാണ്, അന്ന് അരുവിക്കര മണ്ഡലത്തിലായിരുന്നു. അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത് മുമ്പ്. അവിടെ ഓരോ വീടും, അരുവിക്കര മണ്ഡലത്തിലെ ഓരോ വീടും കാർത്തികേയനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട് പോലെയായിരുന്നു. അവിടെ നടക്കുന്ന ഓരോ വിവാഹങ്ങളിലും അദ്ദേഹം ഒരു കാരണവരെ പോലെ അവിടെ വരുമായിരുന്നു, പങ്കെടുക്കുമായിരുന്നു, അവരെ ക്ഷണിക്കുമായിരുന്നു. രാഷ്ട്രീയ ജാതി മതഭേദമന്യത്തെ ക്ഷണിക്കുമായിരുന്നു. ഒരു മരണം നടന്നാൽ അദ്ദേഹം അവിടെ വരുമായിരുന്നു. എന്ത് ചടങ്ങുണ്ടെങ്കിലും വരുമായിരുന്നു. അവിടെ ആദിവാസി വിഭാഗങ്ങൾ ഒരുപാട് താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ ആഘാതത്തിൽ നിന്ന് പലർക്കും മുക്തി നേടാൻ ദിവസങ്ങളെടുത്തു, ഈ നിഷ്കളങ്കരായ അവിടുത്തെ ജനങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് കൂടെ ഉണ്ടായിരുന്നു. ഞാനിത് മറ്റുള്ളവർ ഒരുപാട് പേരുണ്ടായിരിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. MLA ഫണ്ട് ഉപയോഗിച്ച് സ്വന്തം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, താൻ അഭിനയിച്ചുണ്ടാക്കിയതല്ല. അത് ഈ പറയുന്ന പൊതുജനങ്ങളുടെ നികുതിപ്പണമാണ്. ഇതൊക്കെ ചെയ്യാനാണ് വോട്ട് കുത്തി ജയിപ്പിച്ച് അങ്ങോട്ട് വിട്ടത്. ഇത് പത്തനാപുരത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ മാലിന്യത്തെ, ഈ രാഷ്ട്രീയ മാലിന്യത്തെ ഇനി നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കരുത്. ഇപ്പോഴും അയാൾക്കൊരു അഹങ്കാരമുണ്ട്, ആത്മവിശ്വാസമല്ല, അഹങ്കാരമുണ്ട്. പത്തനാപുരം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം, ഞാൻ ജയിക്കും. ഈ സഹോദരിമാരോട് ചോദിച്ചു നോക്കൂ, ഞാൻ എങ്ങനെയാണ്, ഇവരോടുള്ള എൻ്റെ ഉള്ള സ്നേഹം എങ്ങനെയാണെന്ന്. സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയെയും സ്വന്തം സഹോദരിയെയും സ്വന്തം അച്ഛനെയും പോലും നേരെ അവർക്ക് സന്തോഷം നൽകാൻ കഴിയാത്ത, അവരെ നോക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ജനങ്ങളെ സേവിക്കുന്നത്? ഇതൊരു കപടമുഖമാണ്. അയാൾക്ക് വീണ്ടും വീണ്ടും അധികാരം വേണം. അതിനായി അയാൾ കാണിക്കുന്ന ഒരു തന്ത്രമാണ്. അതുകൊണ്ട് പത്തനാപുരത്തെ ജനങ്ങൾ ദയവ് ചെയ്ത് ഈ രാഷ്ട്രീയ മാലിന്യത്തെ ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.